എല്ലാവർക്കും നമസ്കാരം. ടോജോ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് എൻ്റെ മനസ്സിൽ നിലനിന്നിരുന്ന ഒരു സംശയമാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ്. ഗവൺമെൻറ്റിൻ്റെ ആശയം വളരെ നല്ലതാണ്. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ പിന്നിൽ എനിക്ക് ഒരു ചോദ്യമുണ്ട്. കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റാണ് വിഭാവനം ചെയ്തിരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാകുമായിരുന്നില്ലേ? ഇപ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്ന വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ ചെറിയ ജോലികൾക്ക് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ നല്ല ശമ്പളം മേടിച്ച് ജോലിക്ക് പോകുന്നവരുണ്ട്. പക്ഷേ ഇതിന് കഴിഞ്ഞൊക്കെ ഉപരിയായിട്ട് വീടുകളിൽ അടഞ്ഞുകൂടിയ ഒത്തിരിയേറെ സ്ത്രീത്വങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന, അതായത് 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന പല പ്രൊജക്റ്റുകളുമുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ഇതിനെ കഴിഞ്ഞ് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാമായിരുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട പുരുഷന്മാരുണ്ട്. ഇപ്പോൾ പുരുഷന്മാരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ധനികരായിരിക്കണമെന്നില്ല, റിച്ച് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പുതിയതായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ്റാണ് കോൺഗ്രസ് ഗവൺമെൻറ് എന്ന് വ്യക്തികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനം വീണ്ടും അങ്ങനെയുള്ള ഗവൺമെൻറ്റിനായിരിക്കും വോട്ട് ചെയ്യുക. അത് പാർട്ടിപരമായിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഏതൊരു വ്യക്തിയാണെങ്കിലും ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന വ്യക്തികൾക്കായിരിക്കും ഇന്നത്തെ സമൂഹം വോട്ട് ചെയ്യാനായിട്ട് താല്പര്യം. അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, ഒരു 5%, 10% ആൾക്കാർ പാർട്ടി ബേസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ തന്നെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ സ്വാഗതം ചെയ്യുവാനായിട്ടാണ് ഇന്നത്തെ കേരള ജനത ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത ബജറ്റിൽ നല്ല നല്ല പുതിയ ആശയങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായ ബജറ്റുകളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു.